നമ്മളെ ചാനലിലെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? ചായ എല്ലാം കഴിഞ്ഞ് കുടിച്ചു വയ്ക്കുമല്ലേ എല്ലാവരും? ഞാൻ തക്കാളി നട്ടിട്ടുണ്ടായിനി. അപ്പോൾ അത് ഇതുപോലത്തെ തക്കാളിയാണ് കേട്ടോ. പിടിച്ചിട്ടുണ്ട്, ഒന്ന് പഴുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയല്ല വേണ്ടത്, മറ്റൊരു സൈസ് തക്കാളി ഇല്ലേ, അതാണ് നമുക്ക് വീട്ടിൽ നല്ലോണം ആവുന്നത്. ഇതും ആവുന്നു, പക്ഷേ അതിനാണ് കൂടുതൽ ടേസ്റ്റും ഇതും കിട്ടുന്നത് തക്കാളി. അതിൻ്റെ വിത്ത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ ഇത് തന്നെ ആണ് നട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇത് പിന്നെ എല്ലാറ്റിലും പിന്നെ അന്ന് ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായി അതിൻ്റെ തല കട്ട് ചെയ്ത് കളയണമെന്ന്. പക്ഷെ തല കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ പൂ വരില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിന് പോകുന്ന തലയിലെല്ലാം പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തക്കാളി ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ പയറും ഉണ്ട് കേട്ടോ. ഞാൻ നടുമ്പോൾ എല്ലാം ഒന്നിച്ച് ഇതായിട്ട് നടലാണ്. നമുക്ക് ഇത് പയറും ആയിട്ടുണ്ട്. വെള്ളം പോരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ എല്ലാം ഓരോന്ന് വെക്കലാണ് ഞാൻ. നമുക്ക് അന്നത്തെ കറിക്ക് എല്ലാ സാധനവും കിട്ടലുണ്ട് കേട്ടോ. കൂടുതൽ എനിക്ക് പയറും ചീരയും പിന്നെ കോവക്കയാണ് കൂടുതലില്ലത്, വേറൊന്നും അങ്ങനെ ഇല്ല. പിന്നെ കുറച്ച് പയറ് കെട്ടിയിട്ടുണ്ട്. പച്ചക്കറി വിളവെടുപ്പിൽ ഞാൻ പറിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല, അത് മുമ്പൊരു പ്രാവശ്യം കാണിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോഴും എന്തിനിപ്പോൾ ഇങ്ങനെ കാണുന്നത് എന്ന്. പക്ഷെ നമുക്ക് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇത്ര പയറ് കിട്ടി, കോവക്ക, ചീര, വഴുതനങ്ങ ഞാൻ പറിച്ചിട്ടില്ല, അത് ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അത് ഞാനൊരു ദിവസം പറിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് പറിച്ചിട്ടില്ല. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാ പൂ വിരിഞ്ഞതും